മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കരുവന്നൂർ ബാങ്ക് കേസിലും നേതാക്കൾക്കെതിരെ ഇഡി നടപടിയുണ്ടാകുമെന്ന് സിപിഎമ്മിൽ ആശങ്ക. തൃശൂരിൽ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാന പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന നടപടി തുടരുമെന്ന വിലയിരുത്തലാണ് സിപിഎമ്മിനുള്ളത്. കരുവന്നൂർ ബാങ്ക് കേസിൽ സിപിഎം നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കോഴിക്കോട്ടേക്ക് പോകും വഴിയാണ് രാവിലെ 9 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ആരോപണവിധേയരായ സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ്, AC മൊയ്തീൻ MLA, MK കണ്ണൻ, PK ബിജു എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏതൊരു നീക്കത്തെയും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് സിപിഎം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലയിലെ സിപിഎം നേതാക്കളെ ഇഡി സമ്മർദ്ദത്തിലാക്കി നിർത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇപ്പോ ഇഡി അവരെ വിളിപ്പിച്ചു, രേഖകളൊക്കെ കാണിച്ചു. അവരിപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്തില്ല. രണ്ടാമത് വരാൻ പറഞ്ഞു, ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല. മൂന്നാമത് വരാൻ പറഞ്ഞു, ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ അവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ നിർത്തിയേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ പുറത്ത് ഇഡി വളരെ പ്ലാൻഡായിട്ട്. അപ്പോൾ എന്താണ് CPMന്റെ അവിടുത്തെ പ്ലാൻ? തൃശ്ശൂരിലെ പ്ലാൻ എന്താ? CPMന്റെ പ്ലാൻ? എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കരുവന്നൂർ കേസിൽ മുൻ മന്ത്രി AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരെ നിരവധി തവണ ഇഡി ചോദ്യം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉണ്ടായതിന് സമാനമായ നീക്കം കേരളത്തിലും ഉണ്ടാകുമെന്നാണ് സൂചന. മീഡിയ 1 തൃശൂർ.